ഹലോ എവ്രി വൺ. ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് ലോങ് ടേമിലേക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സ്റ്റോക്ക് അല്ലെങ്കിൽ ഒരു മൾട്ടി ബാഗർ ലെവലിലേക്കൊക്കെ എത്താൻ സാധ്യതയുള്ള നല്ലൊരു സ്റ്റോക്കിനെ കുറിച്ചിട്ടാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സ്റ്റോക്കിനെ കുറിച്ച് പറയുന്നതിന് മുൻപ് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യം, ഇതൊരു ബൈ സെൽ റെക്കമെൻഡേഷൻ ആയിട്ട് എടുക്കരുത്. ഞാൻ അനലൈസ് ചെയ്യുന്ന ഒരു കാര്യം നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് ഇതൊരു ബൈ ചെയ്യാനോ സെൽ ചെയ്യാനോ ഒരു റെക്കമെൻഡേഷൻ വീഡിയോയേ അല്ല. നിങ്ങൾ ഈ സ്റ്റോക്കിൽ, ഞാനിപ്പോൾ പറയുന്ന സ്റ്റോക്കിൽ ബൈയോ സെല്ലോ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു എക്സ്പേർട്ടിൻ്റെ അഡ്വൈസോട് കൂടി മാത്രം നിങ്ങൾ ചെയ്യുക. എൻ്റെ ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങളിതിൽ ബയോ സെൽ തീരുമാനിക്കരുത്. നിങ്ങളുടെ അനാലിസിസ് ഇതിന് ശേഷവും ചെയ്യുക. ഇത് ഞാൻ നിങ്ങൾക്ക് ഒരു സ്റ്റോക്ക് ജസ്റ്റ് മെൻഷൻ ചെയ്ത് തരുന്നു എന്നുള്ള രീതിയിൽ മാത്രം കാണാം. സോ നമുക്ക് എന്താണെങ്കിലും അനാലിസിലേക്ക് പോകാം. സ്റ്റോക്കിൻ്റെ പേര് ആർ സിസ്റ്റംസ് ഇൻ്റർനാഷണൽ ലിമിറ്റഡ് എന്ന് പറയുന്ന സ്റ്റോക്കാണ്. ഈ സ്റ്റോക്കിൻ്റെ പ്രത്യേകതകൾ ഉണ്ട്, അതൊക്കെ ഞാൻ പറയാം. അതിന് മുൻപായിട്ട് ജസ്റ്റ് ഈ സ്റ്റോക്കിൻ്റെ ഒരു എന്താ പറയുക, ജസ്റ്റ് ഈ സ്റ്റോക്ക് എന്താ ചെയ്യുന്നത് എന്നുള്ളത് സിമ്പിളായിട്ട് പറഞ്ഞുതരാം. നിങ്ങൾക്ക് വേണമെങ്കിൽ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വായിച്ച് നോക്കാൻ പറ്റുന്നതാണ്. ഇതെല്ലാം കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സമയമെടുക്കും. വളരെ സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ സ്റ്റോക്ക് ഒരു IT സർവീസ് കൊടുക്കുന്ന ഒരു കമ്പനിയാണ്. ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള സെഗ്മെൻറ്റ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ IT ഉണ്ട്, IT സർവീസുകളുണ്ട്, അതുപോലെ തന്നെ BPO സർവീസൊക്കെ കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. പല ക്ലയൻറ്റുകളുണ്ട്. ഇവരുടെ മെയിൻ ആയിട്ടുള്ള ക്ലയൻറ്റ്സ് വരുന്നത് 75% റവന്യൂ വരുന്ന സ്ഥലം എന്ന് പറയുന്നത് നോർത്ത് അമേരിക്കയിൽ നിന്നാണ് വരുന്നത്. ഇന്ത്യയിലുള്ള പാർട്ടിസിപ്പേഷൻ കുറവാണ്, 2% മാത്രമേ ഉള്ളൂ. ബാക്കി ഫുള്ള് പുറത്തുനിന്നാണ് വരുന്നത്. ഒരുവിധം IT കമ്പനീസിൻ്റെ ഒക്കെ അങ്ങനെ തന്നെയാണ് സർവീസ് കൊടുക്കുന്നതൊക്കെ. പിന്നെ അതുപോലെ തന്നെ ഇവരുടെ ഇൻഡസ്ട്രി കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. നിങ്ങൾക്ക് ഇതൊക്കെ ഞാൻ കൂടുതൽ എന്നെ സ്ട്രൈക്ക് ചെയ്ത കാര്യങ്ങൾ മാത്രമേ ഞാൻ കൂടുതലായിട്ടും അനലൈസ് ചെയ്യുന്നുള്ളൂ. ഈ കമ്പനിയുടെ കംപ്ലീറ്റ് ഫണ്ടമെൻ്റൽ അനാലിസിസ് ഞാൻ ചെയ്യുന്നില്ല. അത് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് വലിയ വീഡിയോ ആയി മാറും അത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ജസ്റ്റ് നോട്ട് ചെയ്ത്, ഇതിൻ്റെ ഇൻഡസ്ട്രി ഉണ്ട്, അവരുടെ ഓഫീസിൻ്റെ വലിപ്പം, എത്ര ഓഫീസസ് അവർക്കുണ്ട്, ഏതൊക്കെ കൺട്രീസിലുണ്ട്, ഇത്രയും കാര്യങ്ങളൊക്കെ ഞാനിപ്പോൾ സ്ക്രോൾ ചെയ്യുന്ന ഈ കാര്യങ്ങളുണ്ട്. നിങ്ങൾക്ക് ഇത് പോസ് ചെയ്തിട്ട് വായിച്ച് നോക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് കമ്പനിയുടെ ഓവറോൾ കാര്യം നിങ്ങൾക്ക് മനസ്സിലായി, IT കമ്പനിയാണ്, കാര്യങ്ങളൊക്കെ മനസ്സിലായി. ഇനി എന്നെ സ്ട്രൈക്ക് ചെയ്ത മെയിൻ ആയിട്ടുള്ള 2 കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇവരുടെ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഒരു ഇൻട്രസ്റ്റ്, ഈ കമ്പനിയിൽ ഇൻട്രസ്റ്റ് ആണ്. അപ്പോൾ നമ്മൾ നോക്കുകയെന്നുണ്ടെങ്കിൽ പ്രൊമോട്ടേഴ്സിൻ്റെ ഹോൾഡിങ്സ് ആദ്യം നമ്മൾ നോക്കാം. പ്രൊമോട്ടേഴ്സിൻ്റെ ഹോൾഡിങ്സ് 2022 മുതൽ 2024 വരെ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. ചെറുതായിട്ട് കൂട്ടിയിട്ടുണ്ട് അവർ. 5.67 ഉണ്ടായിരുന്നത് 51.67 ഉണ്ടായിരുന്നത് 51.93 ആക്കി മാറ്റി. അങ്ങനെ ഒരു ഇൻക്രീസ് നടത്തി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതാണ് പ്രൊമോട്ടേഴ്സിൻ്റെ, അതായത് കമ്പനിയുടെ ഓണേഴ്സിൻ്റെ ഒരു ഷെയർ ഹോൾഡിങ്സ് അങ്ങനെയാണ് വരുന്നത്. ഇനിയാണ് നമ്മുടെ സ്ട്രൈക്കിംഗ് പോയിന്റുകൾ വരുന്നത്. ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഹോൾഡിങ്സ്. അവർ 0.5, 2022 0.5 ഉണ്ടായിരുന്നത് ഇപ്പോൾ 3.9 തന്നെ, ഓൾമോസ്റ്റ് 4%ഓളം അവർ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട് അവരുടെ ഹോൾഡിങ്സ്. അത് വളരെ നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം കാരണം പറയുന്നതിന് മുമ്പ് വേറെ കാര്യം കൂടെ പറഞ്ഞാൽ, ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഹോൾഡിങ്സ് അത് 0-ൽ ഉണ്ടായിരുന്നത് ഇപ്പോൾ 7.4% ആണ്. അതും ഈ പറഞ്ഞ പോലെ തന്നെ റീസെൻ്റ്ലി ആണ് ഇതൊക്കെ നടന്നിട്ടുള്ളത്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായി. 0.4 ഉണ്ടായിരുന്നത് 3.9 ആയി, 1.7 ഉണ്ടായിരുന്നത് 7 ആയി. അതായത് കഴിഞ്ഞ കുറച്ച് ക്വാർട്ടറിൻ്റെ ഉള്ളിൽ, അതായത് 1 or 2 ക്വാർട്ടർ ബാക്ക്, December 2024 ഉള്ള റിപ്പോർട്ടിൽ തന്നെ ആണ് കൂടിയില്ല. അപ്പോൾ ഏകദേശം ഒരു December 2024 ലാസ്റ്റിലൊക്കെയാണ് ഇവരുടെ ബൈയിങ് നടന്നിട്ടുള്ളത്. ഇനി ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഇവരുടെ ബൈയിങ് നടന്ന ഒരിക്കലും പ്രൊമോട്ടേഴ്സിൻ്റെ കയ്യിൽ നിന്നെടുത്ത ഹോൾഡിങ്സ് അല്ല. സാധാരണ പല കമ്പനീസും നമ്മൾ കാണാറുണ്ട്, പ്രൊമോട്ടേഴ്സ് സെല്ല് ചെയ്യുന്നു, അത് FIs മേടിക്കുന്നു, അല്ലെങ്കിൽ DIs മേടിക്കുന്നു. ഇതങ്ങനെയല്ല. ഇത് കംപ്ലീറ്റ്ലി കൂടുതലും നടന്നിട്ടുള്ളത്, അല്ലെങ്കിൽ ഇതിൻ്റെ ഈ ഷെയർസൊക്കെ മേടിച്ചിട്ടുള്ളത് പബ്ലിക്കിൻ്റെ കയ്യിൽ നിന്നാണ്. പബ്ലിക് മീൻസ് നമ്മളെ പോലത്തെ അതായത് കംപ്ലീറ്റ്ലി റീറ്റെയിലേഴ്സിൻ്റെ കയ്യിൽ നിന്നല്ല. പക്ഷേ എങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ലെവലിൽ നിന്ന് നോക്കുന്ന സമയത്ത് ഇതൊരു പബ്ലിക് ലെവലിലുള്ള ടീമിൻ്റെ അടുത്തു നിന്നാണ്, അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ ട്രേഡേഴ്സിൻ്റെ അടുത്തു നിന്നാണ് ഇത് മേടിച്ചിട്ടുള്ളത്. അപ്പം ഈ പറഞ്ഞ പോലെ ഒരു ലോങ് ടേം ലെവലിൽ നോക്കുമ്പോൾ അത് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇനി ഇതിൻ്റെ കൂടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ആഡ് ചെയ്യേണ്ട ഒരു സംഭവം എന്ന് പറയുന്നത് ഈ കമ്പനിയുടെ വാല്യുവേഷനാണ്. നമ്മൾ PE റേഷ്യോ, അതായത് ചീപ്പായിട്ടുള്ള പ്രൈസിലാണ് ഇപ്പോൾ നിൽക്കുന്നത് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പം ഈ സ്റ്റോക്കിൻ്റെ PE നമ്മൾ നോക്കുകയെന്നുണ്ടെങ്കിൽ, ഈ ബാക്കിയുള്ള ഇതിൻ്റെ കോമ്പറ്റീറ്റേഴ്സിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇത് വളരെ ചെറിയ PEയിലാണ് കിടക്കുന്നത്. ബാക്കിയുള്ള ഇപ്പോൾ PB ഫിൻടെക് എന്ന് പറയുന്ന കമ്പനി 356 കിടക്കുന്നത്. ഇവരുടെ ഇൻഡസ്ട്രി PE എന്ന് പറയുന്നത് ഇൻഡസ്ട്രി ആവറേജ് എന്ന് പറയുന്നത് 30 അപ്പോൾ 30 വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം കുറഞ്ഞൊരു വാല്യുവേഷനിലാണ് ഈ സ്റ്റോക്ക് കിടക്കുന്നത്. ബാക്കിയുള്ളതൊക്കെ 44-ലും 42
49, 37, പിന്നെ ഒരു സ്റ്റോക്ക് മാത്രം 29 കിടക്കുന്നുണ്ട്. പക്ഷേ ബാക്കിയുള്ളതൊക്കെ കമ്പയർ ചെയ്ത് നോക്കുന്ന സമയത്ത് വളരെ ചെറിയ വാല്യുവേഷനിലാണ് നടക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള വാല്യുവേഷനിലുമാണ് കിടക്കുന്നത്. ഇപ്പം ഇത്രയും ഇൻസ്റ്റിറ്റ്യൂഷൻസ് ബൈ ചെയ്തത് കൊണ്ട് ഇത് വലിയ ഹയർ വാല്യുവേഷനിലേക്കൊന്നും പോയിട്ടില്ല. സ്റ്റിൽ നല്ല കുറവ് പ്രൈസിൽ തന്നെയാണ് ഈ സ്റ്റോക്ക് നിൽക്കുന്നത് എന്നുള്ളതും അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ബൈയിങ്, അതുപോലെ തന്നെ നല്ല വാല്യുവേഷനിൽ നിൽക്കുന്നത്, ഇതൊക്കെ അട്രാക്റ്റീവ് ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ അതുപോലെ തന്നെ ഈ സ്റ്റോക്ക് ഇപ്പം 4200 കോടി മാർക്കറ്റ് ക്യാപ്പിലാണ് നിൽക്കുന്നത്. അപ്പം ഇതിന് വളരാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് എന്നുള്ളതാണ് വേറെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ കോമ്പറ്റീറ്റേഴ്സിൻ്റെ നമ്മൾ സെയിൽസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് 11,000 കോടിയുടെ, അല്ലെങ്കിൽ 11,000 കോടിയല്ല, സോറി, സെയിൽസ് ക്വാർട്ടർ വരുമ്പോൾ 1400 കോടിയും 3000 കോടിയും ഒക്കെ ലെവലിൽ ബിസിനസ് ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇവരിപ്പം 400 കോടി ലെവലിൽ എത്തിയിട്ടുള്ളൂ. അപ്പോൾ ഇവർക്ക് ഡബിളും ട്രിപ്പിളൊക്കെ ആവാനുള്ള ഓപ്പർച്യൂണിറ്റി സെയിൽസിൽ തന്നെ, സെയിൽസിൻ്റെ അതായത് റവന്യൂവിൽ തന്നെ ഡബിളും ട്രിപ്പിളും ആവാനുള്ള ഓപ്പർച്യൂണിറ്റി ഇവിടെ കിടക്കുന്നുണ്ട്. അങ്ങനെ ഇവർക്ക് ഗ്രോ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റിയും കിടക്കുന്നുണ്ട്. ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഭാഗത്തു നിന്നുള്ള ബൈയിങ് നടക്കുന്നുണ്ട്. പ്രൈസും ആവറേജ് ലെവലിൽ അല്ലെങ്കിൽ ലോവർ വാല്യുവേഷനിലാണ് കിടക്കുന്നത്, അതും പോസിറ്റീവാണ്. പിന്നെ ഇതിൻ്റെ ഫണ്ടമെൻ്റൽസ് നോക്കുമ്പോൾ അവിടെ ഇവിടെയും കുറച്ച് പ്രശ്നങ്ങൾ കാണുന്നുണ്ടെന്നുള്ളത് ശരി തന്നെയാണ്. പക്ഷെ എങ്കിലും ഓവറോൾ നോക്കുന്ന സമയത്ത് വലിയൊരു പ്രശ്നത്തിലുള്ള സ്റ്റോക്കോ അല്ലെങ്കിൽ വലിയ ഇഷ്യൂസിലുള്ള സ്റ്റോക്കോ ഒന്നുമല്ല. ഇത്തരത്തിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ ലോവർ വാല്യുവേഷനിൽ ഈ ലോവർ ലെവലിൽ കിടക്കുന്ന സ്റ്റോക്കുകൾ നോക്കുമ്പോൾ അതിൽ ചെറിയ രീതിയിലുള്ള പ്രശ്നങ്ങളും, ഇപ്പം ഇഷ്യൂസ് ആയിട്ട് നോക്കാനാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഡെപ്റ്റിൻ്റെ പ്രശ്നങ്ങളും, അതുപോലെ ഇവരുടെ റവന്യൂ അവർക്ക് പ്രോഫിറ്റ് ആക്കി എടുക്കാൻ പറ്റാത്ത സിറ്റുവേഷൻസ്, അങ്ങനെ കുറച്ച് എക്സ്പെൻസ് കൂടുതലാണെന്നുള്ള അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളെ കാണുന്നുള്ളൂ. ബാക്കിയെല്ലാം ഓക്കെയാണ്. ഓവറോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ നമ്മുടെ പോർട്ട്ഫോളിയോയിൽ ആഡ് ചെയ്യുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല എന്നുള്ളതാണ് ഫണ്ടമെൻ്റലി ബാക്കി നമ്മൾ ചെക്ക് ചെയ്യുന്ന മനസ്സിലാവുന്നത്. നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ, ബാക്കി ഫണ്ടമെൻ്റൽസ് നിങ്ങൾക്ക് പിന്നീട് നോക്കാം. ഇനി ഇതിൻ്റെ ടെക്നിക്കൽ അനാലിസും കൂടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മൂവിങ് ആവറേജ് നോക്കുന്ന സമയത്ത് 500 മൂവിങ് ആവറേജിൻ്റെ ഒക്കെ ഒരുപാട് താഴെയാണ് ഈ സ്റ്റോക്ക് കിടക്കുന്നത്. അപ്പോൾ ടെക്നിക്കലി വളരെ ചീപ്പായിട്ടാണ് ഈ സ്റ്റോക്ക് നിൽക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. കാരണം നമുക്ക് ഈ 500 മൂവിങ് ആവറേജിൻ്റെ താഴെയാണ്, 200ൻ്റെയും 100ൻ്റെയും എല്ലാ ലെവലിലും താഴെയാണ് ഈ സ്റ്റോക്കിൻ്റെ പ്രൈസ് കിടക്കുന്നത്. അതുമാത്രമല്ല, ഈ സ്റ്റോക്ക് ഇപ്പോൾ നിൽക്കുന്നത് വളരെ നല്ലൊരു സപ്പോർട്ട് റേഞ്ചിലാണ്. അപ്പം ഇത് നമുക്കൊരു അക്യുമുലേഷൻ സോണാക്കി എടുക്കാൻ വേണ്ടി പറ്റും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പ്രൈസ് റേഞ്ച് എന്ന് പറയുന്നത് കുറച്ച് കാലം കൺസോളിഡേറ്റ് ചെയ്തിട്ട് വലിയൊരു മൂവ്മെൻറ്റ് തന്ന ഒരു ബൈയിങ് ലെവൽ കാണിച്ച ഒരു ലെവലാണിത്. ആ സെയിം ലെവലിലേക്കാണ് ഇപ്പോൾ സ്റ്റോക്കിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത്. ഏകദേശം എനിക്ക് തോന്നുന്നു കറക്റ്റ് ഇവിടെ ഈ ഒരു പോയിന്റിൽ നിന്ന് കറക്റ്റ് സപ്പോർട്ട് എടുത്തിട്ടാണ് ഇപ്പോൾ ഇവിടെ ഒരു കൺസോൾട്ടേഷൻ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ടെക്നിക്കലി നോക്കുന്ന സമയത്തും ചീപ്പാണ്. അപ്പോൾ ഫണ്ടമെൻ്റലി അത്യാവശ്യം നല്ല ഒരു പോയിന്റിലാണ് നിൽക്കുന്നത്. ഇൻസ്റ്റിറ്റ്യൂഷൻസ് നല്ല രീതിയിൽ മേടിക്കുന്നുണ്ട്, ടെക്നിക്കലി നല്ല പോയിന്റിലാണ് നിൽക്കുന്നത്. അപ്പം ലോങ് ടേമിലേക്ക് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ലെവലിൽ തന്നെയാണ് സ്റ്റോക്കിൻ്റെ പ്രൈസ് നിൽക്കുന്നത്. അപ്പോൾ ഇത്രയുമാണ് എൻ്റെ അനാലിസിസ് എന്ന് പറയുന്നത്. എൻ്റെ അനാലിസിസ് വെച്ചിട്ട് ഇത്രയും കാര്യങ്ങളാണ് ഞാൻ കണ്ടെത്തിയിട്ടുള്ളത്. അപ്പം ബാക്കി കാര്യങ്ങൾ നിങ്ങൾ സ്വന്തമായിട്ട് അനലൈസ് ചെയ്യുക, എക്സ്പേർട്ടിനോട് ചോദിക്കുക, എന്നിട്ട് നിങ്ങളൊരു ബൈ സെൽ ഡിസിഷൻ എടുക്കുക. സോ ഞാൻ വീണ്ടും പറയുന്നു, ഇതൊരു ബൈ സെൽ റെക്കമെൻഡേഷൻ അല്ല, എൻ്റെ അനാലിസിസ് ചെയ്തതാണ്. ഞാൻ ടെക്നിക്കലി അനലൈസ് ചെയ്തു, ഫണ്ടമെൻ്റലിയും എനിക്ക് സ്ട്രൈക്ക് ചെയ്ത കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നു. ബാക്കി നിങ്ങളുടെ ഡിസിഷനാണ്. സോ താങ്ക് യു ഫോർ വാച്ചിങ്. നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. താഴെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷനിൽ. താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.